Hello guys, welcome back to my channel lensworld. Guys, അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോകും. അപ്പോൾ എഡിറ്റിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം നമ്മുടെ മിനിയൻസിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മിനിയൻസ് ഫോട്ടോ PNG ഫയൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ കൂടെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും ഗൂഗിൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഏതാ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമോ. നമ്മൾ ഇത്രയും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പിക്സാർട്ട് ആപ്ലിക്കേഷൻ. ഗൈസ്, ഇപ്പം നമ്മൾ പിക്സാർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് കുറച്ചൊന്ന് ബ്ലർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് അടിയിൽ എഫക്ട്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറേ ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്ലർ ചെയ്യേണ്ട ഏതാണെന്ന് വെച്ചാൽ ഈ മോഷനല്ല ലെൻസ് ബ്ലർ ഒന്ന് എടുത്തിട്ട് ലെൻസ് ബ്ലർ ഒന്ന് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ലൈറ്റ്നെസ് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു ബ്ലർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ്നെസ് നമുക്ക് ഇതുപോലെ നല്ലപോലെ കൂട്ടുവാണെങ്കിൽ ഒരുപാട് ഒരു വൈറ്റ് കളർ കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറേസറിൻ്റെ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ അടിഭാഗത്ത് കുറച്ച് നമ്മളിങ്ങനെ ആ റോഡിൻ്റെ ആ ഒരു ഇത് വേണം. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇറേസർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ആ ഒരു ലിങ്ക് വരാനായിട്ടാണ്. അപ്പോൾ ഈ ഗ്രീന് നമ്മുടെ റോഡുമായിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മായ്ച്ചു കൊടുക്കുക. ഇനി മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒപ്പാസിറ്റി നല്ലപോലെ ഒന്ന് കുറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ അടിയിലെ ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതിനകത്ത് നിന്ന് നമുക്കൊരു മിനിയൻസിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മിനിയൻസിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് സൈസിന് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ചെറിയൊരു ഷാഡോ കൊടുക്കണം. അപ്പോൾ ഷാഡോ കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് മണ്ടയിൽ ഈ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോയുടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റിൽ പോയിട്ട് ഈ ഫോട്ടോയിൽ നിന്ന് ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിന്ന് ഡാർക്കാക്കി കൊടുക്കുക. നമുക്ക് ഷാഡോ കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു ഡാർക്ക് ആ ഒരു എഫക്റ്റാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുക. അത് കുറയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലായി വരും. ഇപ്പോൾ ഒരു ഷാഡോയുടെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവയ്ക്കുക. ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഞാൻ ഇപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ പിക്സാർട്ടിൽ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടിക്ക് കൊടുക്കാം. ഗൈസ്, ഇപ്പം നമ്മുടെ ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ലൈറ്റ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്റൂമിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എക്സ്പോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യമേ. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ്റൂമിലെ എഡിറ്റിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഈ കളറിൻ്റെ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്കിത് ഏത് ഒരു എഫക്റ്റാണ് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഡാർക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ ഒരു എഫക്റ്റാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഏതാണെന്നോ അത് നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഇതിലൂടെ അറിയിക്കുക.
പിന്നീട് നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ 310 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.